വെൽക്കം ടു MS ക്ലാസ്സസ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നേരത്തെ നമ്മളെടുത്ത കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മൾ വേൾഡ് ലെവലിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഒരു നിയമപുസ്തകം എന്താണ്, ലോകത്ത് ആദ്യം വന്ന നിയമപുസ്തകം ഏതാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടൻസ് എല്ലാം പഠിച്ചു. പക്ഷെ നമ്മൾ ഇനി നോക്കേണ്ടത് ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്, അതിന്റെ ചരിത്രം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റ് സ്പെഷ്യാലിറ്റികൾ, ഇതാണ് നമ്മൾ ഈ ഹെഡിങ് ആയ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാൻ പോകുന്നത്. പക്ഷെ അതിനെല്ലാം മുമ്പ് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം ഏതെന്ന് വെച്ചാൽ ഒരു പദമുണ്ട്, ദാറ്റ് ഈസ് റിപ്പബ്ലിക് എന്ന് പറയും. എന്താണ് ഈ റിപ്പബ്ലിക്? ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫുൾ പേരെടുത്ത് നോക്കുക, നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് നോക്കുക, അതിൽ ഒരിക്കലും ഇന്ത്യ എന്ന് എഴുതിയിട്ടില്ലേക്കും, അതിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് എഴുതുന്നത്. റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇങ്ങനെയൊക്കെ ചില രാജ്യത്തിന്റെ ഫ്രണ്ടിൽ റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്താണ്, ഒരു പദം ചേർക്കാറുണ്ട്. എന്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? റിപ്പബ്ലിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് അല്ലെങ്കിൽ കൺട്രി is elected by the people directly or indirectly, that country will be called as a republic country. ഇപ്പൊ ഇന്ത്യയുടെ ടോപ്പ് മോസ്റ്റ് വ്യക്തി എടുക്കുക. ഇപ്പൊ ഇതിപ്പോ ഞാൻ എഴുതിയ നിങ്ങൾക്ക് ചിലപ്പോൾ പിടി കിട്ടിയിട്ടില്ലേക്കും, വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ സിമ്പിൾ ആയിട്ട് തരാം. ഇഫ് ദ ഹെഡ് ഓഫ് ദ കൺട്രി, ഏതെങ്കിലും ഒരു രാജ്യമായിക്കോട്ടെ, ആ രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യക്തി, ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയെ ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുകയാണ്. അത് ചിലപ്പോൾ അവർ ഡയറക്റ്റായി വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ അവർ ഡയറക്റ്റായി വോട്ട് ചെയ്യൂലേക്കും, അവർ വോട്ട് ചെയ്ത് വിട്ട് ജയിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, അവർ പോയി വോട്ട് ചെയ്തിട്ട് ഇന്ത്യയുടെ ലോകത്തിലെ ഏതൊരു കൺട്രിയുടെ ഹെഡിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ രാജ്യത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? റിപ്പബ്ലിക് രാജ്യം എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇന്ത്യയുടെ എക്സാമ്പിൾ എടുക്കാം. ഇന്ത്യയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് എടുക്കാം. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റിനെ നോക്കുകയാണെങ്കിൽ ആരായിരുന്നു? ഇപ്പം കഴിഞ്ഞതാണെങ്കിൽ രാംനാഥ് കോവിന്ദ് ആയിരുന്നു, ഇപ്പോഴാണെങ്കിൽ ദ്രൗപദി മുർമു ആയിരുന്നു. അപ്പൊ ദ്രൗപദി മുർമു ഏതെങ്കിലും രാജകുടുംബത്തിലുള്ള വ്യക്തിയാണോ? ഒരിക്കലുമല്ല. മുർമു എന്ന് പറയുന്നത് എന്താണ്, വളരെ സാധാരണപ്പെട്ട ഒരു വനിതയായിരുന്നു. ഓക്കെ, ഒരു ഗവർണറായിരുന്നു. പക്ഷെ അതിനെല്ലാം മുമ്പ് നോക്കുകയാണെങ്കിൽ രാജകുടുംബവുമായിട്ടോ അല്ലെങ്കിൽ പട്ടാള ഭരണമായിട്ടോ അങ്ങനെയായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സാധാരണ ഒരു ലേഡി മാത്രമാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. നരേന്ദ്രമോദി എടുത്തോളാം. നരേന്ദ്രമോദി ഏതെങ്കിലും രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ടാണോ? ഒരിക്കലും ഇല്ല. അദ്ദേഹം എന്താണ്, ഒരു സാധാരണക്കാരനായിട്ടാണ് രാജ്യത്തിന്റെ PM ആയ. അപ്പോൾ ഇന്ത്യയുടെ ടോപ്പ് മോസ്റ്റ് പോസ്റ്റ് ഇരിക്കുന്ന രണ്ട് വ്യക്തികളെ നോക്കുക, പ്രസിഡന്റ് ആയിക്കോട്ടെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ഇവരെല്ലാം ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന സാധാരണപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനെ ഏത് രാജ്യത്തിന്റെ ടോപ്പ് മോസ്റ്റ് വരുന്ന വ്യക്തികളെ ജനങ്ങളാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ, ഇവിടെ നോക്കുക, പ്രൈം മിനിസ്റ്റർ മോദിയെ സെലക്ട് ചെയ്ത് 2019 ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും 404 സീറ്റോടെ NDA ഗവൺമെന്റിനെ ജയിപ്പിച്ചു വിട്ടത് ആരാണ്? ഇന്ത്യക്കാരാണ് ജയിപ്പിച്ചു വിട്ടത്. അപ്പൊ ജനങ്ങളാണ് എന്താണ്, നരേന്ദ്രമോദിയെ പിടിച്ച് ഭരണത്തിലിരുത്തിയത്. അല്ലാതെ നരേന്ദ്രമോദി 2014 to 2019 വരെ ഞാൻ ഭരിച്ചതാണ്, അതുകൊണ്ട് അടുത്തതും ഞാൻ തന്നെ ഭരിക്കുമെന്ന് പറഞ്ഞ് കയറിയിരുന്നതല്ല. 2019 ആയപ്പോൾ അദ്ദേഹം സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഒരു കോമൺ മാനായിട്ട് വന്ന ഇലക്ഷനിൽ നിന്നിട്ട് ജയിച്ചിട്ടാണ് വീണ്ടും പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റ് എടുക്കുക, നമ്മൾ ജയിപ്പിച്ച് വിടുന്ന എല്ലാവരും കൂടി, നമ്മൾ ജയിപ്പിച്ചു പ്രസിഡന്റ് ഇലക്ഷൻ വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പൊ ഇത്രയും ഓർത്താൽ മതി, നമ്മൾ ജയിപ്പിച്ച് വിടുന്ന MLA-മാര് MP-മാര് ഇവരെല്ലാവരും കൂടി ചെന്ന് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്താണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കുന്നത്. അല്ല വെറുതെ കയറി അല്ലെങ്കിൽ BJP പാർട്ടിയോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ ഇഷ്ടത്തിലല്ല പ്രസിഡന്റ് വരുന്നത്. പ്രോപ്പറായിട്ട് ഇലക്ഷൻ നടന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തിയിട്ടാണ് ആരെ സെലക്ട് ചെയ്യുന്നത്? ഇന്ത്യൻ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ രാജ്യത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റിപ്പബ്ലിക് രാജ്യം. അതുകൊണ്ട് ഇന്ത്യ പൂർണ്ണമായിട്ടും എന്താണ്, ഒരു റിപ്പബ്ലിക് രാജ്യമാണ് വരുന്നത്. ഓക്കെ, ഇന്ത്യയുടെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും വൈസ് പ്രസിഡന്റും എല്ലാം ഇലക്ഷനിലൂടെ വരുന്ന വ്യക്തിയാണ്. ക്ലിയർ ആണ്? എന്നാൽ ലോകത്ത് നോക്കാം, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൊനാർക്കി, രാജഭരണമുള്ള ഒരു കൺട്രിയെ ആലോചിക്കാം. ഇപ്പൊ UAE, ഓക്കെ, അല്ലെങ്കിൽ സൗദി അറേബ്യ, ഇങ്ങനത്തെ രാജ്യമൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭരിക്കുന്ന രാജാവ് കാണും. ആ രാജാവിന്റെ കാലം കഴിയുമ്പോഴോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്യുമ്പോൾ അടുത്ത രാജാവുന്നത് ആ രാജാവിന്റെ മകനായിരിക്കും അടുത്ത രാജാവുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മകനായിരിക്കും രാജാവുന്നത്. ഈ ഒരു എന്തായിരിക്കും പോകുന്നത്, ആ ഒരു ഫാമിലി ആയിരിക്കും പിന്നെ എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് എന്താണ്, ഒരു അവകാശവും ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഇവരൊക്കെ ആർക്കും കയറിയിട്ട് എന്താണ് രാജാവാൻ പറ്റില്ല. പക്ഷെ
പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല, ആർക്ക് വേണോ ആവാൻ പറ്റും രാജാവ്. ഓക്കെ, അപ്പോൾ രാജാവല്ല, സോറി, ഭരിക്കാൻ പറ്റും. ഓക്കെ, ഈക്വൽ ടു രാജാവ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് എന്തെന്ന് പറയണ എന്താണ്, മൊനാർക്കി സിസ്റ്റമിൽ എപ്പോഴും കിങ്ങിന്റെ റൂളാണ് വരുന്നത്. അവിടെ ഒരിക്കലും എന്താണ് കോമൺ മാനിന് ഭരിക്കാൻ പറ്റില്ല. എന്നാൽ അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തെങ്കിലും ഒരു എലക്ഷൻ നടക്കുകയാണോ? ഇവിടെ എന്തെങ്കിലും ഒരു എലക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരു എലക്ഷനും ഇവിടെ നടക്കുന്നില്ല. അച്ഛൻ മരിക്കുന്നു, മകൻ രാജാവുന്നു, മകൻ മരിക്കുന്നു, അദ്ദേഹത്തിന്റെ മകൻ രാജാവുന്നു. ഇവിടെ ഒരു എലക്ഷനും നടക്കുന്നില്ല. എന്നാൽ ലോകത്തെ ഒരേ ഒരു രാജ്യമുണ്ട്, അവിടെ എന്താണ് രാജഭരണമുണ്ട്, മൊനാർക്കിയൽ റൂൾ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു പ്രോപ്പർ എലക്ഷൻ നടക്കുന്നുണ്ട്. എന്ത് നടക്കുന്നുണ്ട്? അവിടെ ഒരു പ്രോപ്പർ എലക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അതെങ്ങനെയാണ് നടക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ ഏതെങ്കിലും ഒരു രാജാവ് മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജാവിന്റെ കാലം കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അടുത്ത രാജാവ് നോർമലി അദ്ദേഹത്തിന്റെ മകനാണ് ആവുന്നെങ്കിൽ ഈ രാജ്യത്ത് അങ്ങനെയല്ല ആവുന്നത്. രാജാവാൻ താല്പര്യമുള്ള രാജകുടുംബത്തിൽ നിന്ന് 2 or 3 പേര് വന്നിട്ട് എന്താണ് അവിടെ ഒരു എലക്ഷൻ പോലെ വന്ന് നിൽക്കും. നിന്നിട്ട് ജനങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ്, 3 ഓപ്ഷൻസേ കിട്ടുള്ളൂ. ഇന്ത്യ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ആരൊക്കെ വേണോ ആവാൻ പറ്റും. ഓക്കെ, ഇവിടെ ചിലപ്പം 2 പേരോ 3 പേരോ 4 പേരോ മാത്രമായിരിക്കും വന്ന് നിൽക്കുന്നത് ഏതായിരിക്കും? ആ രാജകുടുംബത്തിന്റെ ആൾക്കാർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ്ലീസ്റ്റ് എന്ത് പറയാം, അവിടെ ഉള്ള ആൾക്കാർക്ക് തമ്മിൽ ഒരു ചോയ്സ് എങ്കിലും എടുക്കാം. നേരത്തെ നമ്മൾ കണ്ട UAE, സൗദി ഒക്കെ ആണെങ്കിൽ ഒരു ചോയ്സും ഇല്ല, മകൻ വരും, അദ്ദേഹം തന്നെ അങ്ങ് ഭരിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇവിടെ അറ്റ്ലീസ്റ്റ് ജനങ്ങൾക്ക് ചെന്ന് വോട്ട് ചെയ്ത് ഓപ്ഷൻ എയോ ബിയോ സിയോ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് എങ്കിലും ഉണ്ട്. അതുകൊണ്ട് ദ ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് വിച്ച് ഈസ് എ റിപ്പബ്ലിക് ബട്ട് ദർ ഈസ് എ കിങ്സ് റൂൾ. രാജാവിന്റെ ഭരണം ഉണ്ടായിട്ടും അതൊരു റിപ്പബ്ലിക് രാജ്യമായ ലോകത്തെ ഒരേ ഒരു കൺട്രി ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മലേഷ്യ. So Malaysia is the only country in the world which is a republic country with the king's rule. Okay, റിപ്പബ്ലിക് കൺട്രി ആണ്, പക്ഷെ അവിടെ ആര് ഭരണമുണ്ട്? രാജാവിന്റെ ഭരണമുണ്ട്. ഓക്കെ, ഇതിനെയാണ് ഒരു റിപ്പബ്ലിക് രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം, ഇനി റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഓക്കെ, റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഓക്കെ, റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്ക് ആര് എഴുതിയെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബീൻ റിട്ടൺ ബൈ പ്ലാറ്റോ. പ്ലാറ്റോ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു ബുക്കാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, പ്ലാറ്റോ എഴുതിയ ബുക്കിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിപ്പബ്ലിക് ബുക്കിനെ ഉറുദുവിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഉറുദുവിലോട്ട് കൺവേർട്ട് ചെയ്ത് ആരെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മുൻ ഗവർണർ, മുൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആയ ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്കിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ? ഉറുദു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും ഫാക്ട് മാത്രം റിപ്പബ്ലിക്കും അത് ബന്ധപ്പെട്ട് പഠിക്കുക. ബാക്കി ഇന്ത്യ എന്ന് റിപ്പബ്ലിക്, അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായി അതെല്ലാം നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും. അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിംഗ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ലോകത്ത് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, നിയമപുസ്തകം വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ഒരു നിയമം വേണമെന്ന് ചിന്ത വന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ എന്നുള്ള വ്യക്തിക്കാണ് ഈ ലോകത്ത് ആദ്യമായിട്ട് അങ്ങനെ ചിന്ത വന്നത്. അങ്ങനെ അദ്ദേഹം ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയെന്ന് വെച്ചാൽ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ വർഷം 1789. അപ്പോൾ അങ്ങനെ തന്നെ എങ്ങനെയാണോ ജെയിംസ് മാഡിസന് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു നിയമപുസ്തകം എഴുതണമെന്നൊരു ചിന്ത വന്ന, അതേപോലെ ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്ക് വന്നു. എന്ത് ചിന്തയെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് എന്ത് ഫോം ചെയ്യണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഇന്ത്യക്കകത്ത് എന്ത് വേണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നൊരു ചിന്ത വന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു ചിന്ത വന്നത്, ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ, ആരാണ് ആ ചിന്ത ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ദാറ്റ് വാസ് MN റോയ്. MN റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഉള്ളിലാണ് ആദ്യമായിട്ട് ഈ ചിന്ത വന്നിട്ടുള്ളത്. ഈ പേര് പലരും കേട്ടിട്ടില്ലായിരിക്കും. ആരാണ് MN റോയ് എന്ന് പറയുമ്പോൾ? MN റോയ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യക്കകത്ത് 2 മേജർ പാർട്ടീസിന് ഫോർമേഷൻ കൊടുത്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? MN റോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹം കണ്ടെത്തിയ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1925 വരുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്റെ വൺ ഓഫ് ദ ഫൗണ്ടറാണ് ആരെന്ന് പറയുന്നത്? MN റോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു പാർട്ടിയാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി RDP എന്ന് പറയും. RDP അത് കണ്ടെത്തിയത് ആരെന്ന് വെച്ചാൽ MN റോയ് തന്നെയാണ് കണ്ടെത്തിയത്. നോക്കാം, നമ്മുടെ രാജ്യത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയല്ല ഇങ്ങനെ പോയപ്പോൾ ഇനി ഇന്ത്യ
എങ്ങനെ ഭരിക്കപ്പെടണം എന്നൊരു ഐഡിയ ഇല്ലാതെ നിന്ന സമയത്താണ് നമ്മൾ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന പദ്ധതി നമ്മൾ കടമെടുക്കുന്നത്. ഓക്കെ, 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്യും. ആ എന്തൊക്കെ കാര്യം നമ്മൾ 5 വർഷം കൊണ്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ എന്താണ് ഒരു പ്ലാൻ എഴുതി വെക്കും. ആ പ്ലാനിന്റെ പുറത്ത് എന്താണ് ഇന്ത്യ വർക്ക് ചെയ്തുകൊണ്ട് പോകും. 5 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ അടുത്ത 5 വർഷത്തേക്ക് പ്ലാൻ ഉണ്ടാക്കും, അതിന്റെ പുറത്ത് വർക്ക് ചെയ്തു പോകും. അങ്ങനെ അങ്ങനെ പോകുന്നതിനെയാണ് 5 ഇയർ പ്ലാൻ എന്ന് പറയും. അത് നടത്തുന്ന ഒരു കമ്മീഷനാണ് പ്ലാനിംഗ് കമ്മീഷൻ. നമ്മൾ എക്കണോമിക്സിൽ പഠിക്കും, ഇപ്പം ജസ്റ്റ് കേട്ട് പോയാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ മൊത്തം 12 5 ഇയർ പ്ലാൻ ഓടും. ഇന്ത്യയിൽ എത്ര പ്ലാൻ ഓടും എന്ന് വെച്ചാൽ 12 5 ഇയർ പ്ലാൻ ഇന്ത്യയിൽ വെച്ചാൽ 12 തവണ ഈ 5 വർഷം വെച്ചുള്ള പ്ലാൻ. ഇപ്പം ലാസ്റ്റിന് ഇതിനെല്ലാം ഇപ്പം കട്ട് ചെയ്തിട്ടാണ് നീതി ആയോഗ് എന്ന് പറയുന്ന സിസ്റ്റം വന്നിട്ടുള്ളത്. ഇന്ന് 5 ഇയർ പ്ലാൻ ഇന്ത്യക്കകത്തില്ല, ഇന്ന് നീതി ആയോഗാണ് റൺ ചെയ്യുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്കണോമിക്സ് പഠിക്കാം. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മൊത്തം 12 5 ഇയർ പ്ലാൻ ഇന്ത്യയിൽ ഓടിയയിൽ ഓക്കെ 1951 മുതൽ 5 ഇയർ പ്ലാൻ ഓടുന്നു. 2017 അല്ലെങ്കിൽ 2020 വരെ 5 ഇയർ, അല്ലെ 2017 വരെ ഉള്ളൂ. 2017 വരെ എന്താണ് 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നതിൽ 12 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നതിൽ 9ാമത്തെ 5 ഇയർ പ്ലാൻ, 5th 5 ഇയർ പ്ലാൻ ആരുടെ പ്ലാൻ ആയിരുന്നു എന്ന് വെച്ചാൽ MN റോയുടെ പ്ലാൻ ആയിരുന്നു. 9ാമത്തെ 5 ഇയർ പ്ലാൻ ആരുടെ പ്ലാൻ ആയിരുന്നു എന്ന് വെച്ചാൽ MN റോയുടെ പ്ലാൻ ആയിരുന്നു. ഈ പ്ലാനിന് 2 പേര് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഫേമസ് പേരാണ് പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടും. ഓക്കെ, ജനകീയ പദ്ധതി എന്നറിയപ്പെടും, അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടും. മറ്റൊരു പേരും കൂടിയുണ്ട്, ദാറ്റ് ഈസ് എ റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടും. എന്തെന്നറിയപ്പെടും? റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടും. അപ്പോൾ 9ാമത്തെ 5 ഇയർ പ്ലാൻ എഴുതിയത് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് MN റോയ് ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന മറ്റൊരു സംഭവം എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോക്കാം, ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്താണ് ഭരിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന ലോകത്ത് കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരൊക്കെ എല്ലാവർക്കും ചേർത്ത് ഒരു അസോസിയേഷൻ ഉണ്ട്. അതിന്റെ പേരാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയും. എന്താ നമ്മൾ വിളിക്കും? ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കും. ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു അസോസിയേഷനാണ്, ഒരു ഓർഗനൈസേഷനാണ്. ആ ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിലോട്ട് ആദ്യമായിട്ട് പോയ ഇന്ത്യക്കാരൻ, ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി എ പാർട്ട് ഓഫ്, ഓക്കെ, ടു ബി എ പാർട്ട് ഓഫ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇതിന്റെ പാർട്ടായ ഫസ്റ്റ് ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാൽ ദാറ്റ് വാസ് MN റോയ് ആയിരുന്നു. MN റോയ് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ദ പാർട്ട് ഓഫ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ. നോട്ട് ചെയ്ത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ തന്നെ എഴുതുക. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ പാർട്ടായ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് MN റോയ് ആയിരുന്നു. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇദ്ദേഹം എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ദാറ്റ് ഈസ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇദ്ദേഹം എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്നറിയപ്പെടും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് MN റോയ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം, അദ്ദേഹം എഴുതിയ ബുക്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. MN റോയ് എഴുതിയ ബുക്കാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയും. ഇദ്ദേഹം കണ്ടെത്തിയ 2 പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും RDP എന്ന് പറയുന്ന പാർട്ടി. ഓക്കെ, RDP എന്ന് പറയുന്ന പാർട്ടിയും. പിന്നെ എന്ത് പഠിച്ചു? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 9th 5 ഇയർ പ്ലാൻ ആരുടെ പ്ലാൻ ആയിരുന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പ്ലാൻ ആയിരുന്നു. പീപ്പിൾസ് പ്ലാൻ എന്ന റാഡിക്കൽ പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിലോട്ട് എലക്റ്റഡ് ആയി പോയ അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ട് വന്ന ആദ്യ ഇന്ത്യക്കാരൻ, ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി പാർട്ട് ഓഫ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ആദ്യ പാർട്ടായിരുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ദാറ്റ് വാസ് MN റോയ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് MN റോയ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്നിട്ട് പറയണേ, എൻ്റെ രാജ്യത്തിന് എന്ത് വേണം? എൻ്റെ രാജ്യത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, എൻ്റെ രാജ്യത്തിന് ഒരു നിയമപുസ്തകം വേണം. എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ജെയിംസ് മാഡിസൺ ചോദിച്ചത്, അതേപോലെ എൻ്റെ രാജ്യത്തിന് എന്ത് വേണം? ഒരു നിയമപുസ്തകം വേണമെന്ന് എന്താണ് ഇദ്ദേഹം പോയി ചോദിക്കുന്നു. ഓക്കെ, അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ നോക്കുക, സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല ചോദിക്കുന്നത്. ഇദ്ദേഹം ചെന്ന് ചോദിച്ചു. ഇദ്ദേഹം ചോദിച്ച ഒരു പത്രത്തിന്റെ മാധ്യമത്തിലൂടെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ബ്രിട്ടീഷുകാരോട് നേരിട്ട് പോയി ചോദിക്കുന്ന പത്രത്തിലെ മാധ്യമത്തിലൂടെ ചോദിച്ചു. ആ പത്രത്തിന്റെ പേരാണ് ദ ഇന്ത്യൻ പാട്രിയോട്ട്. ദ ഇന്ത്യൻ പാട്രിയോട്ട്. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറഞ്ഞ പത്രത്തിലൂടെ, അദ്ദേഹത്തിന്റെ ബുക്ക് ഇന്ത്യൻ ട്രാൻസിഷൻ ആണ്, അദ്ദേഹത്തിന്റെ പത്രം എന്ന് വെച്ചാൽ ദ ഇന്ത്യൻ പാട്രിയോട്ട്. സോ ത്രൂ ദ ന്യൂസ് പേപ്പർ ദ ഇന്ത്യൻ പാട്രിയോട്ട് MN റോയ് ഡിമാൻഡഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അതിനെ ചുരുട്ടി കൂട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു. ബിക്കോസ് ആലോചിക്കുക, ബ്രിട്ടീഷുകാർ പറയണേ നമ്മളിവിടെ സ്വാതന്ത്ര്യം തരാൻ പോലും നിങ്ങൾക്ക് ചിന്തിച്ചിട്ടില്ല, അപ്പോഴാണോ നിങ്ങൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നത്, ഭരിക്കാനുള്ള പുസ്തകം ചോദിക്കുന്നത്? സ്വാതന്ത്ര്യമേ ഇല്ല, പിന്നെയാണോ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആര് ചോദിച്ചു? ബ്രിട്ടീഷേഴ്സ് ചോദിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് ഇന്ത്യയിൽ ഒരു പാർട്ടി ഉണ്ടാവുന്നത്, ദാറ്റ് ഈസ് സ്വരാജ് പാർട്ടി എന്ന് പറയും.
ദാറ്റ് ഈസ് സ്വരാജ് പാർട്ടി എന്ന് പറയും. സ്വരാജ് പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്കകത്ത് ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സ്വരാജ് പാർട്ടിയാണ്. എങ്ങനെയാണെന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്, 1922 ചോര ചോറി ഇൻസിഡന്റ് എന്നൊക്കെ പറയും. ഗാന്ധിജി ചെയ്ത ഒരു എന്താണ് റോങ് ആയിട്ട് തെറ്റെന്ന്, ഒരു തെറ്റ് ഗാന്ധിജിയെ കൊണ്ട് പറ്റിപ്പോയ ഒരു തെറ്റെന്ന് അറിയപ്പെടുന്ന ഒരു തെറ്റാണ് ചൗരി ചോര ഇൻസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ, ഇവിടെ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കാരണം അതിനുശേഷം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് എല്ലാ വർഷവും ഡിസംബർ 28 to 38 വരെ, ഇന്നും ഡിസംബർ 28 മുതൽ 31 വരെയാണ് ആരെ മീറ്റിംഗ് നടക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്ന് പറയുന്ന പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതാണ് INC. അപ്പൊ അങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർട്ടിക്കകത്ത് തർക്കം വരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു. വൺ ഈസ് CR ദാസ് എന്ന് പറയും, ചിത്തരഞ്ജൻ ദാസ് എന്ന് പറയും. ദ അതർ പേഴ്സൺ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു, രണ്ടാമത്തെ വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്നത്. രണ്ടുപേരും വേൾഡ് ലെവലിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് പേര് കേട്ട രണ്ട് വക്കീലന്മാരായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന രണ്ട് വക്കീലന്മാരായിരുന്നു ഇവർ രണ്ടുപേരും, CR ദാസും മോത്തിലാൽ നെഹ്റു എന്നും പറയും. ഓക്കെ, മോത്തിലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനാണ് മോത്തിലാൽ നെഹ്റു എന്ന് പറയും. ഓക്കെ, ഒരു 1920s വരെ നിങ്ങൾ കേൾക്കുന്ന, ഞാൻ എവിടെ നെഹ്റു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലും ദാറ്റ് ഈസ് മോത്തിലാൽ നെഹ്റു ആണ് ഇമ്പോർട്ടൻസ് പറഞ്ഞത്. അതിനുശേഷം മാത്രമാണ് ജവഹർലാൽ നെഹ്റു വരുന്നത്. ഓക്കെ, അങ്ങനെ CR ദാസും മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്ത് കളയും, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്ന് എന്ത് കളയും, ഡിസംബർ 28, 29 ദിവസം എന്താണ് 1922, 28 മുതൽ 31 1922 INCയുടെ മീറ്റിംഗ് നടക്കും. അന്ന് ഇവർ രണ്ടുപേരും എന്താണ് INCക്കകത്ത് തർക്കമായിട്ട് ഇവർ രണ്ടുപേരും എന്താണ് കോൺഗ്രസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരൊറ്റ ദിവസം കൊണ്ട്, ഓക്കെ, ആ ഡിസംബർ 31 രാത്രി തന്നെ എന്ത് ചെയ്യും, ഇവരൊരു പാർട്ടി ഉണ്ടാക്കും. എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം ജനുവരി 1 1923, ഡേറ്റ് ഒന്നും പഠിക്കേണ്ട, 1923 ഒരു പാർട്ടി ഉണ്ടാക്കും. ദാറ്റ് ഈസ് സ്വരാജ് പാർട്ടി എന്ന് പറയും. സ്വരാജ് പാർട്ടി ഇന്ന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാതെ കിടക്കുന്ന ഒരു പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആദ്യം ഒരു വ്യക്തി ചെന്ന് ചോദിച്ചു, MN റോയ്. അതങ്ങ് ഫെയിലിയർ ആവുകയാണ്. എന്നാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആദ്യമായിട്ട് ചെന്ന് ചോദിക്കാൻ പോവുകയാണ്. ആ പാർട്ടി ഏതെന്ന് വെച്ചാൽ സ്വരാജ് പാർട്ടി. ഓർത്തു വയ്ക്കുക, അന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ പാർട്ടി ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൺഗ്രസ് ആണ്. എന്നാൽ കോൺഗ്രസ് എല്ലാം ആദ്യമായിട്ട് ചെന്ന് ചോദിച്ച പാർട്ടി ആരെന്ന് വെച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പരീക്ഷ ചോദിക്കും, സ്വരാജ് പാർട്ടി ബന്ധപ്പെട്ട് വരുന്ന 4-5 ചോദ്യം മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് ചെയ്ത ആദ്യ പൊളിറ്റിക്കൽ പാർട്ടി ചോദിച്ചാൽ ദാറ്റ് ഈസ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് CR ദാസ് ആണ്. സ്വരാജ് പാർട്ടിന്റെ ആദ്യ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മോത്തിലാൽ നെഹ്റു. ദാറ്റ് ഈസ് മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി എന്നാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ 1923 ഫോം ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സ്വരാജ് പാർട്ടിയെ കുറിച്ച് ഇന്നേ വരെ ഏതൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന്റെ ചരിത്രത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം. നമ്മൾ ഹിസ്റ്ററി വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഇത്ര മാത്രം അറിഞ്ഞു വെച്ചിരിക്കാം. അപ്പൊ സ്വരാജ് പാർട്ടി എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാരടുത്ത് ചോദിക്കുന്നു ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന്. അതിനെന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ വീണ്ടും ചുരുട്ടി കൂട്ടിയെടുത്ത് ദൂരെ കളയുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, കോൺസ്റ്റിറ്റ്യൂഷനും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് സ്വരാജ് പാർട്ടി പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ട് ഒരു വ്യക്തിയായ MN റോയ് ചോദിച്ചു. അതിന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത് കളഞ്ഞു, എക്സ്പെക്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ മറ്റൊരു പാർട്ടിയെ സ്വരാജ് പാർട്ടി ചോദിക്കുന്നു, അതിനെയും ബ്രിട്ടീഷുകാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ സംസാരം ഇതെന്താ, ജനങ്ങളും സംസാരിച്ചു തുടങ്ങി. വളരെ ഫേമസ് ആയ ഒരു വ്യക്തി ചോദിച്ചു, അത് ക്യാൻസലായി. സ്വരാജ് പാർട്ടി ചോദിക്കുന്നു, അത് ക്യാൻസലായി. എന്നാൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ പാർട്ടിയായ INC, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർഷം ചരിത്രമുള്ള പാർട്ടിയാണ് INC എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്ന 1885 വന്ന പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി ഫോം ചെയ്ത 1923 അവർ 1935 ആയപ്പോഴത്തേക്ക് അവർ ബ്രിട്ടീഷുകാരോട് ചോദിച്ചു, എത്രയാണ്, 12 വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവർ ചോദിച്ചു. എന്നാൽ INC 85 വന്ന പാർട്ടി ഇതുവരെ ഒരു വാക്ക് പോലും എന്താണ് ബ്രിട്ടീഷേഴ്സിന്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. ഇതെന്താണ് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമായി. ഈ സംസാരം ആരടുത്തെത്തി, INC മെമ്പേഴ്സിന്റെ അടുത്ത് എത്തി തുടങ്ങി. അങ്ങനെ INCയുടെ ലീഡേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മളും എന്ത് ചെയ്യണം, ബ്രിട്ടീഷുകാരോട് ചോദിക്കണം. അപ്പൊ ആദ്യം അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1935 ഞാൻ പറഞ്ഞു INC എന്ന് പറയുന്ന പാർട്ടിക്ക് എല്ലാ വർഷവും മീറ്റിംഗ് നടത്തുമായിരുന്നു. ഓക്കെ, ഏതൊക്കെ വർഷമുണ്ടോ 1885 മുതൽ ഇന്ന് 2022 വരെ എടുത്താൽ എല്ലാ വർഷവും ഡിസംബർ 28 മുതൽ ഡിസംബർ 31 വരെ ഈ
പാർട്ടി മീറ്റിംഗ് നടത്തിയിരിക്കും. അങ്ങനെ 1885 തുടങ്ങിയ ശേഷം ഇങ്ങനെ മീറ്റിംഗ് റൺ ചെയ്ത് വന്നപ്പോഴത്തേക്കും 1935 ആയപ്പോഴത്തേക്കും ഇവർ ഇതേപോലെ എന്താണ് മീറ്റിംഗ് നടത്തി. എവിടെ വെച്ച് മീറ്റിംഗ് നടത്തിയെന്ന് വെച്ചാൽ ബോംബെ വെച്ച് മീറ്റിംഗ് നടത്തി. ബോംബെ വെച്ച് ഓരോ മീറ്റിംഗ് നടത്തുമ്പോഴും ഓരോ മീറ്റിംഗ് ഒരു ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് വേണം. എവിടെ ഒരു മീറ്റിംഗ് നടന്നാൽ അതിനൊരു ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് വേണം. 1935 മീറ്റിംഗ് നടന്നപ്പോൾ രാജേന്ദ്ര പ്രസാദ്, ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നത്. അപ്പൊ ഇദ്ദേഹമായിരുന്നു ആ ബോംബെ സെഷന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ഈ സെഷനിൽ വെച്ചിട്ടാണ് INC ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് വേണോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് വേണയോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും 1935 ചെന്നിട്ട് INC നമുക്ക് എന്ത് വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ വേണോ എന്ന് പറഞ്ഞു ചോദിച്ചിട്ടില്ല. അവരെന്ത് മാത്രം ചെയ്തിട്ടുള്ളൂ, തമ്മിലിരുന്ന് ഡിസ്കസ് ചെയ്തു. നമ്മളിപ്പോൾ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നു, ഇത് ശരിയായിട്ടുള്ള സമയമാണോ, കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവർ ചർച്ച മാത്രം നടത്തിയുള്ളൂ. ഓക്കെ, ചർച്ച നടന്ന് അതിനുശേഷം പിരിഞ്ഞുപോയി. 1935 കഴിഞ്ഞു, 1936 കഴിഞ്ഞു, 1937 2 വർഷത്തിന് ശേഷം അടുത്ത സെഷൻ കൂടെ 36 മറ്റൊരു സ്ഥലത്ത് നടന്ന നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. 37 എന്താണ് മീറ്റിംഗ് നടക്കുന്നു. 37 മീറ്റിംഗ് നടക്കുന്ന ഏത് സ്ഥലത്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഫെയ്സ്പൂർ. എവിടെ വെച്ചാണ് നടക്കുന്നത്? ഫെയ്സ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് എന്ത് നടക്കുന്നത്, മീറ്റിംഗ് നടക്കുന്നത്. ഫെയ്സ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഒരു വില്ലേജ് ആണത്. INCയുടെ ഒരേ ഒരു മീറ്റിംഗ്, ദ വൺ ആൻഡ് ഓൺലി മീറ്റിംഗ് ഓഫ് INC ടു ബി ഹെൽഡ് ഇൻ എ വില്ലേജ്. ഓക്കെ, പരീക്ഷ എന്ന ചോദ്യമാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കാം, നമ്മൾ ഹിസ്റ്ററി പഠിക്കും. എവിടത്തെ ഗ്രാമം എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയ്ക്കുള്ളിൽ വരുന്ന ഒരു ഗ്രാമമാണ്. ഇറ്റ് വാസ് എ വില്ലേജ് ഇൻ മഹാരാഷ്ട്ര. സോ the one and only session of INC to be held in a village. ഓക്കെ, അപ്പൊ 1935 പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ 1937 പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആരെന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയിട്ട് വരുന്ന ഈ സെഷനിലാണ് INC ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഡിമാൻഡ് നോക്കാം. ഡിസ്കസ് ചെയ്ത 2 വർഷം മുമ്പത്തെ ചർച്ച കഴിഞ്ഞിട്ട് പിന്നെയാണ് പതുക്കെ എന്നിട്ട് എന്താണ് കോൺഗ്രസ് എന്ന് ബ്രിട്ടീഷുകാരോട് ചോദിക്കുന്ന, നമുക്ക് എന്ത് വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അപ്പോൾ ഡിമാൻഡ് ചെയ്ത വർഷം 37, ഡിസ്കസ് ചെയ്ത് 35. അപ്പോൾ എന്ത് ചെയ്യുന്നു, കോൺഗ്രസും ചെന്ന് ചോദിക്കുന്നു. കോൺഗ്രസ് എന്ന് ചോദിച്ചപ്പോഴും നേരത്തെ 2 പേര് കൊടുത്ത അതേ മറുപടി തന്നെ കൊടുത്തു, നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ടോട്ടലി റിജക്ട് ചെയ്ത് കളയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഇന്ത്യക്കാരോട് എന്ത് ചെയ്തു, ടോട്ടലി 3 ഇന്ത്യക്കാർ കൊടുത്ത റിക്വസ്റ്റ് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പക്ഷെ നോക്കുക, കാലം തിരിഞ്ഞു വരും, സമയം എന്താണ് മാറി വരുന്നു. നമ്മൾ 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ നമ്മൾ 3 ഓപ്ഷൻസ് അവരെന്താണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് 3 തവണ നമ്മളടുത്ത് 3 ഓഫർ തന്ന് അവർ നമ്മളടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്ന്. അവിടെ നമ്മളാണ് എന്താണ് തിരിച്ച് റിജക്ട് ചെയ്ത് കളിക്കാൻ പോകുന്നത്. അങ്ങനെ സമയം തിരിഞ്ഞു വരണയാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഈ പഠിച്ച കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. നോക്കാം, നമ്മൾ പറഞ്ഞാണ് ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്ത ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് MN റോയ് ആണ്. ഏതായിരുന്നു പത്രം? ദ ഇന്ത്യൻ പാട്രിയോട്ട്. അത് കഴിഞ്ഞാൽ ഏത് പാർട്ടിയാണ് ഡിമാൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ദാറ്റ് വാസ് സ്വരാജ് പാർട്ടി. the first political party to demand for a constituent assembly അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പദം തരും, കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറഞ്ഞ പദം തരും. ഓക്കെ, എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും. അങ്ങനെ ഡിമാൻഡ് ചെയ്ത പാർട്ടി എന്ന് വെച്ചാൽ സ്വരാജ് പാർട്ടി. കോൺഗ്രസ് ഡിസ്കസ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് ബോംബെ സെഷനിലാണ് 1935, രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ്. എന്നാൽ ഫെയ്സ്പൂരിൽ വെച്ചാണ് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്യുന്നത് ഇൻ 1937. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇത്രയും കാര്യമാണ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത്. ഇനി ബ്രിട്ടീഷുകാരുടെ റെസ്പോൺസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാരപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഓക്കെ, നമ്മളടുത്തൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ തരാം. പക്ഷെ ആ സമയത്ത് വേൾഡിൽ ഒരു സംഭവം നടക്കും. ദാറ്റ് ഈസ് ഇൻ 1939 തുടങ്ങി 1945 അവസാനിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ചാൻസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഏതെന്ന് വെച്ചാൽ ദാറ്റ് വാസ് ദിസ് ആണ്. ഓക്കെ, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഒരു കാരണമാണ് നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയത്. എന്നാൽ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാരണമാണ് 2ാം വിശ്വയുദ്ധം അല്ലെങ്കിൽ വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറയും. വേൾഡ് വാർ സെക്കൻഡ്
സെക്കൻഡ് നടക്കുമ്പോഴത്തേക്ക് എന്താണ്, വേൾഡ് വാർ 1 ബ്രിട്ടൻ ഒരുപാട് രക്ഷപ്പെട്ടു. പക്ഷെ വേൾഡ് വാർ 2 എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ അടിയേറ്റ രാജ്യം ഏതെന്ന് വെച്ചാൽ UK അല്ലെങ്കിൽ ബ്രിട്ടൻ ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ താഴെ നിൽക്കുന്ന ഇത്രയും വലിയ ലോകത്തെ മിക്ക സ്ഥലങ്ങളും പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. മിക്കയിടത്തും എന്താണ്, അവർ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് പലയിടത്തും അവർക്ക് എന്താണ്, യുദ്ധം നേരിടേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു വലിയ രാജ്യമായ UK വളരെ ചെറിയ രാജ്യമായ ജപ്പാൻ എന്ത് ചെയ്തു, അടിച്ചു വീഴ്ത്താൻ തുടങ്ങി. ജപ്പാൻ വലിയ രാജ്യമായ റഷ്യ വരെ അടിച്ചു വീഴ്ത്തി കളഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യമായിട്ട് ആരെ വരെയാണ്, UK ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ വരെയാണ്. അപ്പൊ ഇംഗ്ലണ്ടിന്റെ കോളനി, ഇംഗ്ലണ്ട് ഭരിക്കുന്ന സ്ഥലങ്ങളെല്ലാം എന്തെന്ന് വിളിക്കും, ഇംഗ്ലണ്ടിന്റെ കോളനി എന്ന് വിളിക്കും. അങ്ങനെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ കോളനി ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ജപ്പാന്റെ ലക്ഷ്യം ഏതാണ്, ഇന്ത്യയിലോട്ട് ആക്രമിക്കുക, എന്നിട്ട് അവിടെയുള്ള ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുക, തോപ്പിക്കുക. അതാണ് ആരുടെ ലക്ഷ്യം, ജപ്പാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് എന്താണ്, ജാപ്പനീസ് ആർമി പതുക്കെ കയറി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് എന്താണ്, ഇവിടെ ഇന്ത്യയെ സേവ് ചെയ്യാൻ ജപ്പാന്റെ കൂടെ മാത്രം യുദ്ധം ചെയ്താൽ പോലും അവർ പലയിടത്തായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അവരങ്ങ് ബ്രസീൽ, ആഫ്രിക്കയിൽ, സൗത്ത് അമേരിക്ക, ഇങ്ങനെ പലയിടത്തായിട്ട് അവരെന്താണ് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അവിടെ എല്ലായിടത്തും ഇവർക്ക് യുദ്ധം ചെയ്യണം. അതുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന യുദ്ധം ചെയ്യാനായിട്ട് അവർക്ക് ബ്രിട്ടീഷ് പട്ടാളക്കാരെ മാത്രം തികയില്ല, അവർക്ക് ആരും കൂടി വേണം, ഇന്ത്യൻ സോൾജേഴ്സും കൂടി വേണം. ഓക്കെ, ആരും കൂടി വേണം, ഇന്ത്യൻ സോൾജേഴ്സിന്റെ സഹായം വേണം. അത് ഇന്ത്യക്കകത്ത് യുദ്ധം ചെയ്യണം, വേറെ പലയിടത്ത് പോയി യുദ്ധം ചെയ്യണം. ബിക്കോസ് അവർ ഇത്രയും ഭരിക്കുന്ന രാജ്യത്തിൽ ഏറ്റവും നല്ല പട്ടാളക്കാരുള്ളത് എവിടെയെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇന്ത്യൻ സോൾജേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ സോൾജേഴ്സിന്റെ ആവശ്യം അവർക്ക് എല്ലായിടവും വരുന്നുണ്ട്. ഇങ്ങനെ നിന്ന സമയത്താണ് എന്ത് നടക്കുന്നതെന്ന് വെച്ചാൽ, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പഠിക്കും. സുഭാഷ് ചന്ദ്രബോസ് എന്ത് പറഞ്ഞു, ഇതൊരു പറ്റിയ സമയമാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ സമയം ചെന്ന് ജപ്പാനെ സഹായിക്കണം. നമ്മൾ ആരെ സഹായിക്കാൻ പോലും, ബ്രിട്ടൻ നമ്മളടുത്ത് വരും. എന്തിനാണ് വരാൻ പോകുന്നത്, ഇന്ത്യൻ സോൾജേഴ്സിന് ചോദിച്ചു വരും. നമ്മൾ കൊടുക്കല്ലേ, ഇന്ത്യക്കാരോട് നമ്മൾ പറയണം, ഇന്ത്യൻ പട്ടാളക്കാരോട് നമ്മൾ പറയണം, നിങ്ങൾ ബ്രിട്ടന്റെ യുദ്ധത്തിന് പോകാൻ പാടില്ല, നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണം, ജപ്പാനെ സപ്പോർട്ട് ചെയ്യാൻ പറയാം. എന്നിട്ട് നമുക്ക് ആരെ ആക്രമിക്കാൻ, നമുക്ക് ബ്രിട്ടനെ ആക്രമിക്കാൻ എന്ന് പറയും. അപ്പോഴത്തേക്കും 2 സെക്ഷൻ നോക്കാം. കോൺഗ്രസ് ആ സമയത്തേക്കും 2 സെക്ഷനിലോട്ട് തിരിയും. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു സെക്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ സെക്ഷനാണ് വരുന്നത് നെഹ്റു ഗാന്ധി ഗ്രൂപ്പ് എന്ന് പറയും. നെഹ്റു ഗാന്ധി ഗ്രൂപ്പ് 2 സെക്ഷൻസ് ആണുള്ളത്. ഒന്ന് നെഹ്റു ഗാന്ധി ഗ്രൂപ്പും രണ്ടാമത്തെ സെക്ഷനാണ് സുഭാഷ് ചന്ദ്രബോസ് സെക്ഷൻ. സുഭാഷ് ചന്ദ്രബോസ് സെക്ഷൻ പറയും നമുക്ക് ജപ്പാന്റെ കൂടെ ചേരാം. എന്നാൽ നെഹ്റു ഗാന്ധി ഗ്രൂപ്പ് പറയും ഇല്ല, നമ്മൾ ഇത്രയും കാലം നോക്കിയ ബ്രിട്ടനൊക്കെയാണ്, അവരൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെന്താണ് ചതിക്കാൻ പാടില്ല, നമുക്ക് എന്ത് ചെയ്യാം, ബ്രിട്ടനെ സഹായിക്കാം. പക്ഷെ അതിന് പകരം നമ്മൾ കുറച്ച് ഡിമാൻഡ്, നമ്മൾ കുറച്ച് ആവശ്യങ്ങൾ അവരെ ഫ്രണ്ടിൽ വെക്കും. അതുണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമ്മൾ അവർ പറയണം പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതുവരെ അവർക്ക് വേണ്ട കുറച്ച് സോൾജേഴ്സിന് മാത്രം നമ്മൾ വിട്ടുകൊടുക്കുമെന്ന് ആര് തീരുമാനിച്ചു, നെഹ്റു ഗാന്ധി സെക്ഷൻ തീരുമാനിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് നേരെ വിട്ടിട്ട് പിന്നെ അദ്ദേഹം ജർമ്മനിയിലോട്ടൊക്കെ പോകും. അവിടെ ചെന്ന് ഹിറ്റ്ലറിനെയൊക്കെ കാണുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഹിറ്റ്ലറിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ച് ജപ്പാനിലോട്ടൊക്കെ വരും. അത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാൻ കഥയൊക്കെ. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ മെയിൻ സെക്ഷൻ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞു. ഇനിയുള്ളത് നെഹ്റു ഗാന്ധി സെക്ഷൻ തന്നെയാണുള്ളത്. ഇവരെന്താണ് പറഞ്ഞത്, ഇന്ത്യൻ സോൾജേഴ്സിന് കുറച്ചായിട്ട് നമുക്ക് എന്താണ് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാം. പക്ഷെ കൊടുത്ത് വിടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്. ആദ്യമായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നൊരു ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോഴാണ് അവരെന്ത് പറയുന്നത്, 8 ഓഗസ്റ്റ് 1940 ബ്രിട്ടീഷുകാർ നമുക്കൊരു ഓഫർ തരും. നിങ്ങൾ പൂർണ്ണമായിട്ട് ഇന്ത്യൻ പട്ടാളക്കാരെ വിട്ടുതരണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഒരു ഓഫർ വെച്ച് തരാം. ആ ഓഫറിന്റെ പേരാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓഫറിന്റെ പേരാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയും. 8 ഓഗസ്റ്റിന് തന്നുകൊണ്ടാണ് ഓഗസ്റ്റ് ഓഫർ എന്ന ഡേറ്റ് ഉൾപ്പെടെ പഠിക്കണം, പരീക്ഷ ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ ഓഫർ പ്രകാരം ബ്രിട്ടീഷുകാർ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് തരാൻ പോവുകയാണ്, നമ്മൾ ഡൊമീനിയൻ സ്റ്റാറ്റസ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആയിട്ട് നമുക്ക് എന്താണ് തരാൻ പറ്റില്ല. ഇന്ത്യക്കാരെന്ത് ചോദിച്ചു, ഫ്രീഡം ചോദിച്ചു. ഫ്രീഡം നമുക്ക് തരാൻ പറ്റില്ല, നമ്മൾ നിങ്ങൾക്ക് എന്ത് തരാം, ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാം. എന്താണ് ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കാണും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുന്നതിൽ അതിൽ സ്റ്റേറ്റ്സ് കാണും, പിന്നെ ഒരു സെൻട്രൽ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് കാണും, കേന്ദ്ര ഗവൺമെന്റ് കാണും. അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാം ഇന്ത്യക്കാർ ഭരിച്ചോളാം. സെൻട്രൽ ഗവൺമെന്റിന്റെ മിക്ക സെക്ഷൻസും, മിക്ക മിനിസ്ട്രി ആര് ഭരിച്ചോളാം, കേന്ദ്ര ഗവൺമെന്റിലെ മിക്ക മിനിസ്ട്രീസും ഇന്ത്യക്കാർ തന്നെ ഭരിച്ചോളാം. എന്നാൽ മെയിൻ മിനിസ്ട്രി വരുന്നത് എന്ന് പറയുമ്പോൾ പ്രസിഡന്റിന്റെ പോസ്റ്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ പോസ്റ്റ് അതാരായിരിക്കും, ബ്രിട്ടൻകാരനായിരിക്കും. ഡിഫൻസ് മിനിസ്റ്ററിന്റെ പോസ്റ്റ് അതാരായിരിക്കും, ബ്രിട്ടീഷുകാരനായിരിക്കും. ഫോറിൻ മിനിസ്റ്ററിന്റെ പോസ്റ്റ് അത് ആരായിരിക്കും, ബ്രിട്ടീഷ് ഗവൺമെന്റിലെ ആളായിരിക്കും. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എപ്പോഴും എന്തെന്നായിരിക്കും അറിയപ്പെടുന്ന, ബ്രിട്ടന്റെ ഒരു
അടിമ അല്ലെങ്കിൽ ഒരു ഡൊമീനിയൻ രാജ്യം എന്നറിയപ്പെടും. ഇന്ത്യയുടെ മുകളിൽ ആര് കാണുമെന്ന് വെച്ചാൽ ബ്രിട്ടന്റെ റാണിയായിരിക്കും കാണുന്നത്. ഓക്കെ, റാണിയുടെ താഴെ വരുന്ന ഒരു രാജ്യം മാത്രമായിരിക്കും ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരിക്കലും സ്വതന്ത്രമായിട്ടുള്ള രാജ്യമല്ല. ഇന്ന് നമ്മൾ നോക്കിയ ഇന്ത്യ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ഇന്ത്യ ഇന്നൊരു ബില്ല് പാസ്സാക്കാൻ ഇന്ത്യ ആരോടെങ്കിലും ചോദിക്കുന്നുണ്ടോ? നമ്മളെ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ ഇത് ഇന്ത്യ ഫുൾ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ആരുടെ ബ്രിട്ടീനുകാർ നമ്മളെ കുറെ കാലം ഭരിച്ചിരുന്നു, നമുക്ക് അവരോട് ചോദിച്ചിട്ട് ഒരു ബില്ല് പാസ് ചെയ്യാം. കാർഷിക ബില്ല് കൊണ്ടുവന്നിരുന്നു, ഫാമേഴ്സ് ബിൽ, അത് നമ്മൾ ബ്രിട്ടൻ്റെ കൂടെ ചോദിച്ചിട്ടാണ് പാസ്. നമ്മൾ ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ കൂടെ ഒന്നിനും ചോദിക്കാൻ പോകാറില്ല. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ്, ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഇന്ത്യയെ ഭരിക്കാൻ ഇവിടെ ആരുമില്ല. ഓക്കെ, പക്ഷെ അന്ന് അവർ നമുക്ക് വെച്ച ഓഫർ എന്താണ്? ഡൊമീനിയൻ സ്റ്റാറ്റസ്. അന്ന് അവർ നമുക്ക് ആ ഒരു ഓഫർ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ബ്രിട്ടന്റെ അടിമ. ഏത് ബില്ലും പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രിട്ടൻ്റെ കൂടെ ചോദിക്കേണ്ടിയിരുന്നില്ല. ഇപ്പൊ കാനഡ എന്ന് പറയുന്ന രാജ്യം എടുക്കാം. പണ്ട് അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാനഡ എന്ത് ചെയ്താണ്? അമേരിക്കയിൽ നിന്ന് മാറിക്കളെ. ആദ്യം അമേരിക്കയിൽ 51 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നപ്പോൾ അതിൽ നിന്ന് കാനഡ അങ്ങ് മാറുമ്പോഴത്തേക്ക് 50 സ്റ്റേറ്റ്. ഇന്ന് അമേരിക്കയുടെ അടുത്ത് 50 സ്റ്റേറ്റ്സേ ഉള്ളൂ. കാനഡ അങ്ങ് മാറിപ്പോക്കണം. കാനഡ പക്ഷെ ആരുടെ അടിമയാണ്? ഇന്നെന്ന് നോക്കിയാലും ഡൊമീനിയൻ സ്റ്റാറ്റസ് ആണ്. നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കിയാൽ മനസ്സിലാവും കാനഡയുടെ ടോപ്പിൽ ഇരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അവിടെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്റർ ഒക്കെ ഉണ്ട്. പക്ഷെ കാനഡ വിൽ ബി കോൾഡ് ആസ് എ ഡൊമീനിയൻ സ്റ്റാറ്റസ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ ഡൊമീനിയൻ സ്റ്റാറ്റസിൽ പെടുന്ന ഒരു രാജ്യമാണ് കാനഡ. അതേപോലെ ഇന്ന് ഇന്ത്യക്ക് ആവേണ്ടി വന്നത്. നമ്മൾ പക്ഷെ എന്ത് ചെയ്തു? ഈ ഓഗസ്റ്റ് ഓഫർ പൂർണ്ണമായിട്ടും നമ്മൾ റിജക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞു ഇതൊരിക്കലും നടക്കില്ല. ഇന്ത്യ ചോദിച്ചിരുന്നു, ഇന്ത്യ ചോദിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റൂല. 1928 1928 നെഹ്റു റിപ്പോർട്ട്, നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. മോത്തിലാൽ നെഹ്റു ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു. നിങ്ങൾ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമൊന്നും തരണ്ട, നിങ്ങൾ നമുക്ക് എന്ത് തരാം? അറ്റ്ലീസ്റ്റ് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് എങ്കിലും തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് നമ്മൾ ബ്രിട്ടീഷുകാരോട് ചോദിച്ചിരുന്നു, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമുക്ക് തരണമെന്ന് പറഞ്ഞു. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താണ്? റിജക്ട് ചെയ്തത് 1928. പക്ഷെ 1940 ആയപ്പോൾ അവർ കൊണ്ടുവന്ന് തരുന്നു ഡൊമീനിയൻ സ്റ്റാറ്റസ്. ഇന്ത്യ അന്നേ പറഞ്ഞു, ഇന്ന് നമുക്ക് നിങ്ങൾ ഡൊമീനിയൻ സ്റ്റാറ്റസ് പോലും തരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊരിക്കലും നിങ്ങളോട് ചോദിക്കില്ല. പിന്നെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെയായിരിക്കും. അതവര് 1928 അക്സെപ്റ്റ് ചെയ്യാത്തവർ 1940 നമുക്ക് കൊണ്ടുവന്ന് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ? നമ്മൾ പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്തതാണ്. അങ്ങനെ അവർ ആദ്യത്തെ അറ്റംപ്റ്റ് എന്താണ്? അവരുടെ അറ്റംപ്റ്റ് ഫെയിൽ ആയി പോകും. ഓക്കെ, ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അവർ രണ്ടാമത്തെ അറ്റംപ്റ്റുമായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് എ ക്രിപ്സ് മിഷൻ എന്ന് പറയും. ക്രിപ്സ് മിഷൻ. ഓക്കെ, ബ്രിട്ടനിലുണ്ടായിരുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയും. സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന വ്യക്തിയെ ഹെഡ് ആക്കിയിട്ട് ഒരു മിഷനെ ഇന്ത്യയിലോട്ട് അയക്കും. ആ മിഷന്റെ പേരാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയും. അപ്പൊ ഈ മിഷൻ ഇന്ത്യയിലോട്ട് വരുന്നു. ഈ മിഷൻ വന്നിട്ട് ഒരു പ്ലാൻ ഒക്കെ ഇന്ത്യക്കാരുടെ, നെഹ്റു ഗാന്ധി സെക്ഷനിലൂടെ പ്ലാൻ ഒക്കെ പറയും. നിങ്ങൾ കുറച്ചുകൂടി പട്ടാളക്കാരെ ഇങ്ങനെ വിട്ടു തരണമെങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള ഇൻഡിപെൻഡൻസ് തരാം, ഈ രീതിയിൽ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ചെയ്തു തരാമെന്ന്. അങ്ങനെ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ പ്ലാൻ കേട്ടതിന് ശേഷം ഗാന്ധിജി ഒരു ഡയലോഗ് പറഞ്ഞിട്ട് എന്താണ്? ഗാന്ധിജി ഈ പ്ലാന് വേണ്ടാന്ന് വെച്ചു. അതെന്താണ് ഗാന്ധിജി പറഞ്ഞതെന്ന് വെച്ചാൽ, ദ ക്രിപ്സ് മിഷൻ എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഹിസ്റ്ററിയിലാണ് ഒരു ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ട്രാഷിംഗ് ബാങ്ക്. ഓൺ എ ട്രാഷിംഗ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ മറ്റന്നാൾ, ഇപ്പൊ നാളെ ഒരു ബാങ്ക് പൂട്ടുകയാണ്. നാളത്തെ തീയതിയിൽ ഒരു ബാങ്ക് അടച്ചു പൂട്ടാൻ പോവുകയാണ്. അടച്ചു പൂട്ടാൻ നഷ്ടത്തിൽ വന്ന് നാളെ ഒരു ബാങ്ക് അടയ്ക്കുമ്പോൾ ആ ബാങ്കിൽ ഒരു ചെക്ക് ചെയ്ത് വിടുകയാണ്. ഓക്കെ, ഇന്ന പേരിൽ ചെക്ക് ചെയ്ത് വിട്ട് മറ്റന്നാളത്തെ ഡേറ്റ് ഇട്ട് തന്നിട്ട് പറയണം അവിടെ ചെന്നിട്ട് പൈസ കളക്ട് ചെയ്തോളാൻ പറയണം. അതുപോലെയാണ് ക്രിപ്സ് മിഷൻ പറയുന്നത്. ഓക്കെ, നാളെ അടച്ചു പൂട്ടുന്ന ബാങ്കിൽ ചെന്നിട്ട് മറ്റന്നാൾ ചെന്നിട്ട് എന്ത് വാങ്ങിച്ചോളാം? പൈസ വാങ്ങിച്ചോളാം. അതേപോലത്തെ മണ്ടൻ ഐഡിയയും കൊണ്ടാണ് ആര് വന്നിട്ടുള്ളത്? സ്റ്റഫോർഡ് ക്രിപ്സ് വന്നിട്ടുള്ളത്. ഇനി ഇന്ത്യക്കാരെ മണ്ടന്മാരാവൂല, അതുകൊണ്ട് ഈ പ്ലാന് നടക്കൂല എന്ന് പറഞ്ഞ് എന്ത് അയക്കും? സ്റ്റഫോർഡ് ക്രിപ്സിനെ പറഞ്ഞയക്കും. എന്നാൽ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ക്രിപ്സ് മിഷൻ വരുന്ന വർഷം ചോദിച്ചാൽ ദാറ്റ് ഈസ് 1942 ആണ്. 1942 വരുന്നത്. ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ട്രാഷിംഗ് ബാങ്ക് എന്ന് ക്രിപ്സ് മിഷനെ വിളിച്ചത് ഗാന്ധിജിയാണ്. ഇത് ഹിസ്റ്ററിയിൽ നമുക്ക് എഴുതാം. ഇപ്പൊ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഇത് മാത്രം എഴുതാം. ക്രിപ്സ് മിഷൻ 1942 എന്ന് മാത്രം എഴുതാം. അങ്ങനെ രണ്ടാമത്തെ ബ്രിട്ടീഷിന്റെ അറ്റംപ്റ്റ് എന്താണ്? ഫെയിലിയർ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കുറെ കാലം ഇങ്ങനെ ഇപ്പം ലിമിറ്റഡ് ഇന്ത്യൻ പട്ടാളക്കാരെ മാത്രം വെച്ചിട്ട് എന്താണ് ബ്രിട്ടൻ യുദ്ധം ചെയ്ത് പോയി. ജപ്പാനൊക്കെ അതിശക്തമായിട്ട് വരും. ലാസ്റ്റ് അമേരിക്ക ജപ്പാനെ അറ്റാക്ക് ചെയ്ത് തളർത്തി കളയുന്ന ചെയ്യുന്നു. പക്ഷെ ബ്രിട്ടൻ എന്താണ്? ഒരുപാട് നാശനഷ്ടം ഉണ്ടാവും. ഒരുപാട് അടുത്ത് നിന്ന് ഭരണമെല്ലാം നഷ്ടപ്പെടും. ആ സമയത്താണ് ബ്രിട്ടന് എലക്ഷൻ നടക്കുന്നത്. എലക്ഷൻ നടക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടെ സ്ഥിരം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി ഉണ്ടായിരിക്കും. ആ പാർട്ടി എന്ത് ചെയ്യും? അവിടെ തോറ്റുപോകും. ബിക്കോസ് ഇംഗ്ലണ്ടിന്
സെക്കൻഡ് വേൾഡ് വാർ യുദ്ധത്തിലുണ്ടായ നഷ്ടവും നാണക്കേടും കാരണം എന്ത് സംഭവിക്കും, അവിടുത്തെ ജനങ്ങൾ എതിരെ വോട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ ഭരണം നഷ്ടപ്പെടും. അങ്ങനെ അവിടെ പുതിയതായിട്ട് ഒരു പാർട്ടി കയറി വരും. ആ പാർട്ടിയുടെ പേരാണ് ലേബർ പാർട്ടി എന്ന് പറയും. ഏതായിരുന്നു ആ പാർട്ടി? ലേബർ പാർട്ടി. ലേബർ പാർട്ടിയിൽ നിന്ന് ബ്രിട്ടൻ ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ വരെയാണ്. ദാറ്റ് ഈസ് ക്ലെമന്റ് ആറ്റ്ലി. ദാറ്റ് ഈസ് ക്ലെമന്റ് ആറ്റ്ലി. ഓക്കെ, ബ്രിട്ടൻ കണ്ട ഏറ്റവും നല്ല പ്രൈം മിനിസ്റ്ററിൽ അറിയപ്പെടുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയും. ഇന്നും നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ എന്തൊക്കെയാണ് കാരണങ്ങൾ കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ, ഞാൻ ആദ്യം പറഞ്ഞു. രണ്ടാമത്തത് വേൾഡ് വാർ സെക്കൻഡ് നടന്നു. മൂന്നാമത്തെ ഒരു റീസൺ, ഒരു 5ഓളം റീസൺസ് പറയാൻ പറ്റുന്നതിലും മൂന്നാമത്തെ റീസൺ ആണ് ഇതെന്ന് പറയുന്നത് ക്ലെമന്റ് ആറ്റ്ലിയുടെ ഭരണം വരുന്നത്. ഇദ്ദേഹം ഭരണത്തിന് വന്നതിന് ശേഷം ഇദ്ദേഹം നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഏറ്റവും വലിയ അടിമയായിട്ടുള്ള രാജ്യം ഏതെന്ന് നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഇന്ത്യയാണ് ഏറ്റവും വലിയ അടിമ. അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലി ചരിത്രം എടുത്ത് നോക്കും, ഒരുപാട് കാലം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മാക്സിമം എടുക്കാനുള്ള നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. നോക്കാം, ബ്രിട്ടൻ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും ഇന്ത്യയുടെ GDP 23%. ഇന്ന് ഇന്ത്യയുടെ GDP 9% താഴെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ GDP എന്ന് പറയുമ്പോൾ. 7, 8, 9 ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫിഗേഴ്സ് അങ്ങ് മാറി നിൽക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. ഇന്ത്യയിൽ ഭരിക്കാൻ വരുമ്പോൾ ഇന്ത്യയുടെ GDP നോക്കുക 23%. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഭരണം നിർത്തിയിട്ട് പോയപ്പോൾ ഇന്ത്യയുടെ GDP വെറും 3% ആയിപ്പോയി. 20% ഇന്ത്യയുടെ GDP നശിപ്പിച്ചിട്ട് പോയാണ് ആര്? ബ്രിട്ടീഷുകാർ എന്നുള്ള. ഇന്ത്യയെ തകർത്തിട്ട് പോയി. ഓക്കെ, പറയുന്നു ബ്രിട്ടീഷുകാർ വന്നുകൊണ്ടാണ് ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നൊക്കെ വന്നതെന്നൊക്കെ പറയാം. പക്ഷെ വളരെ തെറ്റാണ്. നോക്കുക, അവർ വന്നിട്ട് ഇവിടെ പോയപ്പോൾ ഇന്ത്യയുടെ ലിറ്ററസി എന്ന് പറഞ്ഞാൽ വെറും 13%. 100ൽ 13 പേർക്ക് മാത്രമേ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ആക്കിയിട്ട് പോയത്. അപ്പൊ ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ക്ലെമന്റ് ആറ്റ്ലി പറഞ്ഞു, മതി, ഇന്ത്യക്കാരെ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇന്ത്യക്കാരെ ഇനി അവരെ എടുക്കാനായിട്ട് ഒന്നുമില്ല, അവരെ എന്തൊക്കെ നേടാൻ പറ്റുമോ അതെല്ലാം നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനി എന്താണ് ഇന്ത്യക്കാർ ചോദിക്കുന്നത് അതങ്ങ് കൊടുത്തോളാം. എന്താണ് ഇന്ത്യക്കാർക്ക് വേണ്ട? ഒരു ഫ്രീഡം അല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കൊടുക്കുക, ഇന്ത്യക്കാർക്ക് എത്രയും വേഗം അവർക്ക് ഒരു ഫ്രീഡം കൊടുക്കുക. ഞാൻ ഒരു റഫ് ഡേറ്റ് പറയാം. ആ റഫ് ഡേറ്റിൻ്റെ ആയിട്ട് നിങ്ങൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഇന്ത്യക്കാർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക? ഫ്രീഡം കൊടുക്കുക. അപ്പൊ അദ്ദേഹം ഒരു റഫ് ഡേറ്റ് ഇട്ടു. ഓക്കെ, ഒരു ഫെബ്രുവരി 20, 1948. ഫെബ്രുവരി 20, 1948 അകം ഇന്ത്യക്ക് എന്ത് കൊടുത്തിരിക്കണം? സ്വാതന്ത്ര്യം കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, അവർക്ക് ഫ്രീഡം, ഇനി അവർക്ക് എന്ത് വേണോ? കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നല്ലേ പറയണം. അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി കൊടുക്കുക. ഇന്ത്യ എപ്പോഴും അടിമയായിട്ട് ജീവിച്ചിട്ടുള്ള രാജ്യമാണ്. പണ്ട് കുറെ രാജകുമാർ ഇവിടെ ഭരിച്ചിരുന്നു. പിന്നെ മുഗൾസ്, പുറംനാട്ടിൽ നിന്ന് മുഗൾസ് ഇവിടെ ഭരിക്കുന്നു. മുഗൾസ് ഭരിച്ചിട്ട് പോയതിനു ശേഷം ഇവിടെ ഓരോ പോർച്ചുഗീസ്, ഡച്ച്, ഡാനിഷ്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് ഇവരെല്ലാം ഭരിച്ചു. അങ്ങനെ എല്ലാവരും ഇവിടെ അടിമയായിട്ട് ജീവിച്ചാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഭരിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ആദ്യം അവർക്ക് ഭരണം പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് എന്ത് എഴുതി കൊടുക്കുക? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എഴുതി തയ്യാറാക്കി കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യത്തിനുണ്ട്, ഇന്ത്യക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനും ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനും വേണ്ടിയിട്ട് ഞാനൊരു മിഷൻ അയക്കാം. ഓക്കെ, ആ മിഷന്റെ പേര് അദ്ദേഹം ഇട്ടു, ദാറ്റ് ഈസ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഓക്കെ, എന്താണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എടുക്കുക, നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മിനിസ്റ്റർമാർ ആരൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾ പറയും നരേന്ദ്രമോദി, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, ഇവരൊക്കെയാണ് മെയിൻ മിനിസ്റ്റേഴ്സ് എന്ന് പറയും. അങ്ങനെ ഇന്ത്യക്കകത്ത് വരുന്ന മെയിൻ മിനിസ്റ്റേഴ്സിനെ എല്ലാം വിളിക്കുന്നതാണ് ക്യാബിനറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ആക്ച്വലി ഇവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഓക്കെ, ഇന്ത്യ ഭരിക്കുന്ന ആരെന്ന് വെച്ചാൽ ഈ ക്യാബിനറ്റ് എന്ന് പറയും. വെറും 10 to 15 ആൾക്കാർ മാത്രമാണ് ഇന്ത്യക്കകത്ത് ഭരിക്കുന്നത്. ഇന്ത്യക്കകത്ത് മൊത്തം ലോക്സഭയ്ക്കകത്ത് 552 പേരുണ്ടെങ്കിലും ആ 552 ഇന്ത്യ ആക്ച്വലി ഭരിക്കുന്ന വെറും ഈ 10 മുതൽ 15 ആൾക്കാരെയാണ്. ഇവരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഒക്കെ നമ്മൾ കോപ്പി അടിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരെ നിന്നാണ് കോപ്പി അടിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് ബ്രിട്ടൻ ഇതേപോലെ ക്യാബിനറ്റ് ഉണ്ട്. അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 to 15 മിനിസ്റ്റേഴ്സ്മാർ അവരേലുണ്ടായിരുന്നു. അപ്പോൾ ഇൻ ദ ഇയർ 1946, 1946 എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിന്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മിനിസ്റ്റർമാരെ അദ്ദേഹം എന്ത് ചെയ്യും? ഇന്ത്യയിലോട്ട് അയക്കും. 3 മിനിസ്റ്റർമാരെ ഇന്ത്യയിലോട്ട് അയക്കും. അത് ആരൊക്കെയെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് A.V. അലക്സാണ്ടർ, പെത്വിക് ലോറൻസ്, മൂന്നാമത്തെ സ്റ്റഫോർഡ്
ക്രിപ്സ്. ഈ 3 മിനിസ്റ്റർമാരെ ഇവിടെ അയക്കും. നിങ്ങൾ ഈ നോക്കുമ്പോഴത്തേക്ക് ഞാൻ പേര് എഴുതിയപ്പോൾ മൂന്നാമത്തെ പേര് ഈ മുമ്പ് കേട്ടില്ലേ, ക്രിപ്സ് മിഷനിൽ കേട്ട പേരല്ലേ സ്റ്റഫോർഡ് ക്രിപ്സ്. തീർച്ചയായിട്ടും ആ സ്റ്റഫോർഡ് ക്രിപ്സ് തന്നെയാണ് ഈ ക്രിപ്സ്. ബിക്കോസ് നോക്കുക, ഇദ്ദേഹം കൊടുത്ത ഡേറ്റ്, ഇദ്ദേഹം അയക്കുന്നത് ദാറ്റ് ഈസ് ഇൻ 1946 മാർച്ചിൽ സമയത്താണ്. 1946 മാർച്ച് 23 ആകുമ്പോഴത്തേക്കാണ് ഇവർ വരുന്നത്. ആ ഡേറ്റ് ഒന്ന് പഠിക്കണം. 1946 ഇവർ വരുന്നത്. അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലി പറഞ്ഞിട്ടുണ്ട് 1948 ഫെബ്രുവരിക്കകത്ത്, എന്ന് വെച്ചാൽ 1948 തുടക്കത്തിന്റെ അകത്ത് എന്ത് കൊടുക്കണം? സ്വാതന്ത്ര്യം. റഫ്ലി ഒരു 2 വർഷം മാത്രമേ ഉള്ളൂ. ഈ 2 വർഷത്തിന്റെ അകത്ത് എങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കണം, ഓക്കെ, അതിനുശേഷം എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതണം, പിന്നെ ഭരിക്കാനും പഠിപ്പിച്ചു കൊടുക്കും. ഇത്രയും കാര്യം പഠിപ്പിച്ചിട്ടുമാണ് ഇവർക്ക് പോവേണ്ടത് ഇവിടുന്ന്. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ പുതിയ 3 ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ നോക്കുക, ഇന്ത്യക്കകത്ത് ഒരു കമ്മീഷൻ വരുമ്പോഴത്തേക്കും ആ കമ്മീഷൻ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ആദ്യം അവരിവിടെ വന്നിട്ട് ഫുൾ എന്ത് ചെയ്യും? എല്ലായിടത്തും കറങ്ങും, ഇന്ത്യ ഫുള്ള് കറങ്ങും. എന്നിട്ട് നോക്കൂ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ നടത്തേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കും, അവിടുത്തെ മെയിൻ നേതാക്കന്മാരോട് സംസാരിക്കും. അങ്ങനെ എല്ലാം സംസാരിച്ചിട്ടാണ് ഒരു കമ്മീഷൻ ഒരു റിപ്പോർട്ട് വയ്ക്കുന്നത്. വെറുതെ കയറിയല്ല ഒരു കമ്മീഷൻ റിപ്പോർട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇനി ഇവർ 3 ആൾക്കാർ വന്ന് എല്ലാ ജനങ്ങളോടും സംസാരിച്ച് എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം എഴുതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പിന്നെ അത് പഠിച്ചതിന് ശേഷം ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് നേരത്തെ മുമ്പ് ഇവിടെ വന്ന ആളുടെ എന്താണ് പരിചയമുണ്ട്, ആരൊക്കെയാണ് മെയിൻ ആൾക്കാർ ഇവിടെ സംസാരിക്കേണ്ടത്, അവരെല്ലാവരോടെ സംസാരിച്ച് ഒരു പ്ലാന് തയ്യാറാക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് നമുക്ക് ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി അവർക്ക് പണി എളുപ്പം. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ വന്ന ആളാണ് സ്റ്റഫോർഡ് ക്രിപ്സ്. അപ്പൊ അദ്ദേഹത്തിന് മുൻ പരിചയമുണ്ട്, ഇന്ത്യക്കാരുമായിട്ടും ഇടപഴകിയൊക്കെ എന്താണ് അദ്ദേഹത്തിന് പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ സ്റ്റഫോർഡ് ക്രിപ്സിനെ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരിക്കലും സ്റ്റഫോർഡ് ക്രിപ്സ് ഒരിക്കലും ഒന്ന് ഫെയിലിയർ ആയിട്ടുള്ള ആളാണ്, ഒരിക്കലും കൊണ്ടുവരില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നിന്നപ്പോൾ ഈ 3 പേര് വരുന്നു. ഈ 3 പേരും കൂടി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആയിട്ട് ഇവിടെ ഹെഡ് ചെയ്ത് നിന്നിട്ട് ഇന്ത്യക്കാരെ പറഞ്ഞ ഡിമാൻഡ്സ് എല്ലാം ചെയ്തു കൊടുക്കും. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 3 പേരിൽ ആരായിരുന്നു ഹെഡ് ആയിരുന്നു, ആരായിരുന്നു ചെയർമാൻ ആയിരുന്നു. ഇത് പഠിക്കാൻ ഓർത്ത് വെച്ചിരിക്കുക. എന്തിനാണ് ഈ മിഷൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് തയ്യാറാക്കി തരാനാണ്? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് എന്താണുള്ളത്? നിയമം അല്ലെങ്കിൽ ലോ ആണുള്ളത്. ഓക്കെ, ഈ കൂട്ടത്തിൽ ആരുടെ പേരിലാണ് ലോ ഉള്ളത്? ദാറ്റ് ഈസ് പെത്തവിക് ലോറൻസിന്റെ പേരിൽ എന്താണ് ലോ ഉണ്ട്. അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക, ദ ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് വെച്ചാൽ ദാറ്റ് വാസ് പെത്തവിക് ലോറൻസ്. പെത്തവിക് ലോറൻസ് ആയിരുന്നു ചെയർമാൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരുടെ ഓഫർ നമ്മൾ അറ്റ് ലാസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് നമുക്ക് വെച്ച ഓഫർ ഏതാണ്? ദാറ്റ് ഈസ് ഓഗസ്റ്റ് ഓഫർ ഇൻ ദ ഇയർ 1940, ഓഗസ്റ്റ് 8. ഓക്കെ, ഓഗസ്റ്റ് 8 ആ ഡേറ്റും കൂടി ഓർത്ത് വെക്കണം. ബാക്കി ഒന്നിനും ഡേറ്റ് ഓർക്കുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ? ഓഗസ്റ്റ് ഓഫർ നമ്മൾ റിജക്ട് ചെയ്ത് പറഞ്ഞു. രണ്ടാമതൊന്ന് ഓഫറാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയും. ഓക്കെ, ക്രിപ്സ് മിഷൻ എന്ന് പറയാം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ? ക്രിപ്സ് മിഷൻ വരുന്ന വർഷം ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 1942. നമ്മൾ എന്ത് ചെയ്താലും റിജക്ട് ചെയ്താണ്. എന്നാൽ മൂന്നാമത് വന്നതാണ് ദാറ്റ് ഈസ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയും. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരുന്ന വർഷം 1946 ആണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ബിക്കോസ് അവർ നമ്മൾ ചോദിച്ചെല്ലാം തരാൻ പോകും. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെയാണ് ഇന്ത്യക്കകത്ത് എന്ത് വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാകാൻ പോകുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കാനായിട്ട് ഇവർക്ക് ഒരു സ്ഥലത്തിരുന്നിട്ട് വേണം ഇത് റെഡിയാക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു ബിൽഡിംഗ് കെട്ടിയിട്ട് എന്താണ് അത് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? നമുക്കൊരു പാർലമെന്റ് ഉണ്ട്, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭരിക്കുന്ന പാർലമെന്റ് ഉണ്ട്. ആ പാർലമെന്റ് ഒരു സെക്ഷൻ എന്താണ് നമുക്ക് തരാമെന്ന് പറഞ്ഞു, ഒരു അസംബ്ലി നടത്താനുള്ള ഏരിയ, നിങ്ങൾക്ക് ആൾക്കാരൊക്കെ ഒന്ന് ഇരുന്ന് ചർച്ച നടത്താനായിട്ട് ഒരു ഏരിയ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കാൻ വേണ്ടി ഫോം ചെയ്ത അസംബ്ലിയുടെ പേരാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കാൻ വേണ്ടി ഫോം ചെയ്ത അസംബ്ലിയുടെ പേരാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഓക്കെ, അങ്ങനെ ഇന്ത്യക്കകത്ത് എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ 6th December 1946. 6th December 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തത്. ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ 9th December 1946. നോക്കാം, ആദ്യ മീറ്റിംഗ് നടക്കുമ്പോൾ മീറ്റിംഗിന് ആൾക്കാരെല്ലാം ഒന്ന് കൂടിയിരിക്കും. വെറുതെ വന്ന ആൾക്കാരിന്ന് അവരെല്ലാം എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവരെല്ലാം കൺട്രോൾ ചെയ്യാൻ നടുക്കിൽ ഒരു വ്യക്തി നിൽക്കണം. അദ്ദേഹത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ചെയർമാൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഫോം ചെയ്യുമ്പോൾ മീറ്റിംഗ് ഒന്നുമില്ല. എന്നാൽ രണ്ടാമത്തെ ദിവസം ഒരു മീറ്റിംഗ് വരുമ്പോഴത്തേക്കും കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം. അദ്ദേഹത്തിനെ ചെയർമാൻ എന്ന് വിളിക്കും.
ഇവിടെ ആദ്യത്തെ ദിവസം തന്നെ മീറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ ഇലക്ഷൻ ഒന്നും നടത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞാലും കേൾക്കണം. അതുകൊണ്ട് വേണ്ടി ഇവർ എന്ത് തീരുമാനിച്ചു, തൽക്കാലത്തേക്ക് ഒരൊറ്റ ദിവസത്തേക്ക് ഒരു പ്രസിഡന്റിനെ നമുക്ക് എടുത്തു വയ്ക്കാം, ഒരു ചെയർമാനെ നമുക്ക് എടുത്തു വയ്ക്കാം. പിന്നെ നമുക്ക് പ്രോപ്പർ ഇലക്ഷൻ നടത്തി ജനങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ അസംബ്ലിക്കകത്ത് വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് പ്രസിഡന്റ് ആക്കാം അല്ലെങ്കിൽ ചെയർമാൻ ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും സഭയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് വ്യക്തി ആരാണോ, ഇലക്ഷൻ ഇല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിരുന്നാൽ ഏറ്റവും പ്രായത്തിൽ മുതിർന്ന ആൾ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും എന്താണ് അവിടെ ഒന്ന് സൈലന്റ് ആവും. അതേപോലെ തന്നെ എന്ത് ചെയ്തു, 9th December 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മീറ്റിംഗിൽ ആരൊക്കെ വന്നിരുന്നോ അതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എടുത്തു. അപ്പൊ 80 വയസ്സോളം കഴിഞ്ഞ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഉണ്ടായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഏറ്റവും സീനിയർ മോസ്റ്റ് വ്യക്തി എന്നുള്ള. അദ്ദേഹത്തിനെ പിടിച്ചെന്താക്കി, ആദ്യ പ്രസിഡന്റ് ആക്കി. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കും, ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് വെച്ചാൽ ദാറ്റ് വാസ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇനി ചോദിക്കും, ഹൂ വാസ് ദ ടെമ്പററി പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ ടെമ്പററി പ്രസിഡന്റ് ആരായിരുന്നു എന്ന് വെച്ചാലും ആര് തന്നെയാണ്, ദാറ്റ് വാസ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ബിക്കോസ് കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ, കൃത്യം 2 ദിവസം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൺ 11th December 1946. 11th December 1946 എന്ത് നടക്കും, പുതിയ പെർമനന്റ് പ്രസിഡന്റിനെ കൊണ്ടുവരും. എന്ന് പറയുമ്പോൾ 9th December 1946 സച്ചിദാനന്ദ സിൻഹ പ്രസിഡന്റ് ആയിട്ട് വരുമല്ലോ. അപ്പൊ അന്നത്തെ മീറ്റിംഗ് അദ്ദേഹം പ്രസിഡന്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ദിവസം ഫുൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ് കൺട്രോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പോകാനോ ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ആ ദിവസം അദ്ദേഹം വന്നിരുന്നിട്ട് എലക്ഷൻ നടത്തി. എനിക്ക് 80 വയസ്സ് കഴിഞ്ഞ ആളാണ്, എനിക്ക് ഇനി എത്ര കാലം ഇരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് വേണം, കഴിവുള്ള ഒരു പ്രസിഡന്റ് വേണം. അവിടെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യാൻ പറയും. അങ്ങനെ അവിടെ എലക്ഷൻ നടത്തിയപ്പോൾ ആര് ജയിച്ചെന്ന് വെച്ചാൽ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്തായി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ പ്രസിഡന്റ് ആയിട്ട് എലക്റ്റഡ് ആയി. എല്ലാവരും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എലക്ട് ചെയ്തു. അങ്ങനെ രാജേന്ദ്ര പ്രസാദ് ഇനി പ്രസിഡന്റ് ആയിട്ട് വരും. അപ്പോൾ 9ാം തീയതി സച്ചിദാനന്ദ സിൻഹ വന്ന് എലക്ഷൻ നടത്തി രാജേന്ദ്ര പ്രസാദ് ജയിച്ചു. പക്ഷെ രാജേന്ദ്ര പ്രസാദിന് പറയാൻ പറ്റൂല ആ മാറിക്കും ഇനിയും തൊട്ട് ഞാൻ ഇരിക്കുമെന്ന് ആ ദിവസം പറയാൻ പറ്റൂല. തൊട്ട് അടുത്ത ദിവസം തൊട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ മാറിക്കൊടുക്കും, ആര് വന്നിരിക്കും, രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചോണം, ഓൺ വിച്ച് ഡേ ഓൺവേർഡ്സ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബിക്കെയിം പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഓൺ 11th December. ഓക്കെ, 6th December ഫോം ചെയ്യുന്നു, 9th December ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഫസ്റ്റ് മീറ്റിംഗ്. ഇത് ആദ്യം ഫോം ചെയ്ത ഡേറ്റ്. ഓക്കെ, ഫസ്റ്റ് മീറ്റിംഗ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എന്നാൽ പെർമനന്റ് പ്രസിഡന്റ് പിന്നെ ഇലക്ഷൻ ഒന്നും നടത്തില്ല, ഒറ്റ പ്രസിഡന്റ്. ബിക്കോസ് ഇന്ത്യക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിക്കൊണ്ടിരിക്കും, അത് എല്ലാ വർഷവും ഇനി പ്രസിഡന്റ് എലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, രാജേന്ദ്ര പ്രസാദ് എന്താക്കി, പെർമനന്റ് പ്രസിഡന്റ് ആക്കി. രാജേന്ദ്ര പ്രസാദ് വാസ് പെർമനന്റ് പ്രസിഡന്റ്. ഓക്കെ, രാജേന്ദ്ര പ്രസാദ് വാസ് പെർമനന്റ് പ്രസിഡന്റ് ഫ്രം 11th December 1946. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാവും വരെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫുൾ എഴുതി റെഡി ആക്കും വരെ ഒറ്റ പ്രസിഡന്റ് തന്നെയായിരുന്നു, ദാറ്റ് ഈസ് രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിന്റെ ചോദ്യം വാസ് എ പെർമനന്റ് പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിലെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്.